ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീല വെള്ള റേഷൻ കാർഡുകാർ ഈ ഡിസംബർ മാസത്തിൽ ഇനിയുള്ള 10 ദിവസം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ പുതുതായി ഒരു റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡുകളാണ് അവർക്ക് നൽകുന്നത്. അവർ BPL റേഷൻ കാർഡിന് അർഹരാണെങ്കിലും വെള്ള റേഷൻ കാർഡുകൾ ആയിരിക്കും അവർക്ക് ലഭിക്കുക. കാരണം കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും ജനസംഖ്യക്കനുസരിച്ച് BPL റേഷൻ കാർഡുകൾ വീതിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ BPL കാർഡുകൾ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അതിനാൽ തന്നെ BPL കാർഡുകളിൽ ഒഴിവ് വരുമ്പോൾ മാത്രമേ വെള്ള നീല റേഷൻ കാർഡിലുള്ള അർഹർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ സാധിക്കൂ. മുൻഗണനാ റേഷൻ കാർഡിലേക്ക് സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ അപേക്ഷിക്കാൻ സാധിക്കൂ. എപ്പോഴും ഇത്തരത്തിൽ അപേക്ഷ ക്ഷണിക്കാറില്ല. അതിനാൽ തന്നെ അപേക്ഷ വയ്ക്കുവാനുള്ള സമയത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ അത്തരത്തിൽ വെള്ള നീല റേഷൻ കാർഡിൽ ഉള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാനുള്ള അപേക്ഷ നൽകാനുള്ള അവസരം എത്തിയിരിക്കുകയാണ്. ഡിസംബർ 25 തീയതി വരെയാണ് ഇതിനുള്ള അവസരം. 25 ക്രിസ്മസ് ആയതിനാൽ തന്നെ അതിനു മുമ്പായി തന്നെ എല്ലാവരും അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. BPL കാർഡായ പിങ്ക് കാർഡിലേക്കാണ് നീല വെള്ള റേഷൻ കാർഡിലുള്ള അർഹർക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ അപേക്ഷ വെച്ച് ആ അപേക്ഷ സർക്കാർ പരിഗണിച്ച് നിങ്ങളെ പിങ്ക് കാർഡിലേക്ക് മാറ്റിയാൽ മുൻഗണനാ കാർഡുകാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. മുൻഗണനാ റേഷൻ കാർഡിൽ ചേരുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വലിയ വീടുള്ളവർ, സ്വകാര്യ ആവശ്യത്തിനായി കാറുള്ളവർ, ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡിൽ അംഗമാകാൻ അർഹതയില്ല. അതിനാൽ തന്നെ ഈ അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ചേർക്കുന്നത്. അതിനാൽ അർഹതയുള്ളവർ മാത്രം BPL കാർഡിലേക്ക് മാറുവാൻ അപേക്ഷിക്കുക. അടുത്ത അറിയിപ്പ് നീല റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ്. നീല റേഷൻ കാർഡിലെ ഓരോ വ്യക്തികൾക്കാണ് വിഹിതങ്ങൾ ലഭിക്കുന്നത്. അതിനാൽ തന്നെ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുക. 2 വയസ്സിന് ശേഷമാണ് ഈ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ 2 വയസ്സ് കഴിഞ്ഞ 1, 2 അതിൽ കൂടുതലോ കുട്ടികളുണ്ടെങ്കിൽ അവരെ റേഷൻ കാർഡിൽ ചേർത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന വിഹിതങ്ങൾ നിങ്ങൾ വാങ്ങുവാൻ മറക്കാതിരിക്കുക. വിഹിതങ്ങൾ നിലവിൽ കുറവാണ് ലഭിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വിഹിതങ്ങളെല്ലാം വാങ്ങുവാൻ ശ്രദ്ധിക്കുക. പൊതുവിപണിയിൽ വിലക്കയറ്റം കൂടുന്ന ഈ സാഹചര്യത്തിൽ സപ്ലൈകോയിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം കാർഡ് വഴി വാങ്ങുക. വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.